പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായിലേക്കും ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സഭയിലായി വസിക്കുന്ന പരിശുദ്ധനും സുഖകരനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. നിയമവർദ്ധന പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിനോ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാനും നൽകുന്ന
ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണിവ. ആകയാൽ ഇസ്രായേലേ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളം വർദ്ധിക്കാനും വേണ്ടിയാണ് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കും. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. അവ കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിൽക്കാലിന്മേലും പടിവാതിന്മേലും എഴുതണം. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യത്താവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാക്കും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായി നീക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേശു എന്നാൽ കർത്താവിന്റെ വാത്സല്യഭാചനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനമുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തന്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും നല്ല എല്ലാ സത്പ്രവർത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. Thank you.
സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. 13-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും ദാനങ്ങളും ഉപയോഗിച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുക. സ്വർഗരാജ്യം വഴിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ നേടുന്ന വ്യാപാരിയില്ല. അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്യും. യുഗാന്തത്തിൽ ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാർക്ക് വേർതിരിക്കുകയും അഗ്നിമുഖത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകളിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന് അവൻ ചോദിച്ചു. ഊവ് അവർ ഉത്തരം പറഞ്ഞു. അവൻ തുറന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമത്തിലും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഭിമാനമായ സത്യദീപം വാരികയുടെ ശതാബ്ദി ആരംഭം ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആഘോഷിക്കുകയാണ്. നമ്മുടെ ഇടവക പള്ളികളിൽ, സന്യാസ കേന്ദ്രങ്ങളിൽ, സെമിനാറുകളിൽ, വീടുകളിലെ പൂമുഖങ്ങൾ, വാർത്തകളും വിശകലനങ്ങളും വിശ്വാസ പരിശീലനവും കാലത്തിന്റെ ചുവരെഴുത്തുകളുമായ ഈ വാരിക നമ്മളോടൊപ്പം നാളിതുവരെ സഞ്ചരിച്ചു. 100 വർഷം എന്നത് കേവലം ഒരു വാരികയുടെ അക്ഷരയുടെ വാർഷികം മാത്രമല്ല, അത് ആഴ്ചതോറും വായിക്കുവാനും എഴുതുവാനും വിശ്വസിക്കുവാനും സംവദിക്കുവാനും തീരുമാനിച്ച ഒരു ജനതയുടെ കഥ കൂടിയാണ്. സത്യദൈവം നമ്മുടെ പൂർവികർ കൈമാറിയ പൊതു പൈതൃകമാണ്. എറണാകുളം അംഗമായ അതിരൂപതയ്ക്ക് പ്രത്യേകമായും സീറോ മലബാർ സഭയ്ക്ക് പൊതുവായുണ്ടായത് സംവാദ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഈ പ്രബുദ്ധത അഭിമാനപൂർവ്വം അനുസരിക്കുമ്പോൾ അത് വലിയ ഉത്തരവാദിത്വമായി മാറുന്നു. മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പൊലീത്തയുടെ കാലത്ത് ജേക്കബ് നടുവത്തിയേശ്ശേരി അച്ഛനും ജോസഫ് മഞ്ഞിക്കാരൻ അച്ഛൻ ചേർന്നാണ് ഇങ്ങനെ ഒരു സംരംഭം യാഥാർത്ഥ്യമാക്കിയത്. ജോസഫ് മഞ്ഞിക്കാരൻ അച്ഛന്റെ സത്യം, ദീപം എന്നീ ബോട്ടുകളിലാണ് സത്യദീപം വാരിക പുറത്തിറക്കുവാനുള്ള പണം കണ്ടെത്തിയത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാകും, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നീ സുവിശേഷ വാക്യങ്ങളുടെ പ്രേരണയിലാണ് ഈ വാരികയുടെ അടിസ്ഥാന കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്. അവിടെ തുടങ്ങി എത്രയോ വൈദിക സന്യാസികളും ആത്മാരും അവരുടെ ജീവിതം അർപ്പിച്ചാണ് ഒരു നൂറ്റാണ്ട് കൊണ്ട് ഈ പത്രത്തെ വളർത്തിയത്. അതിനെ മഹിമ കുറയാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. കാലകാലങ്ങളിൽ ക്രിസ്തു വെളിച്ചത്തിൽ സത്യദീപം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബോധത്തെയും കാലത്തെയും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വാരികയുടെ ഏറ്റവും നിശബ്ദമായ സമ്മാനം ഇതായിരിക്കാം. തുറവിയുള്ള മനസ്സോട് സംഭാഷണം നടത്തുവാൻ ഒരു ശതാബ്ദത്തോളം വാരിക നമ്മെ പ്രചോദിപ്പിച്ചു. കേവലം സഭാസംഖ്യ സംബന്ധിയായ വാർത്തകൾക്കപ്പുറം സമൂഹത്തിലെ ഇതര മതസ്ഥരായ നമ്മുടെ സഹോദരങ്ങളുമായി അർത്ഥവത്തായ ഒരു സാംസ്കാരിക സംവാദം വളർത്തിയെടുക്കുവാൻ സത്യദീപത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം സങ്കുചിതമാകാൻ പാടില്ല എന്നും അത് സമൂഹത്തിന് എല്ലാ നന്മകളോടും തുറവിയുള്ളതാകണമെന്നുമുള്ള സഭയുടെ ദർശനമായിരുന്നു ഇതിന്റെ പിന്നിൽ. വ്യത്യസ്ത മതങ്ങളും ദർശനങ്ങളും സംസ്കാരങ്ങൾ കലർന്ന നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹവും ഐക്യവും കൂട്ടിയുറപ്പിക്കുവാനും പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ വാരിക വഴിയുള്ള സംവാദങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം,
സ്വാതന്ത്ര്യ സമരം, കേരള പിറവി, കേരള സംസ്ഥാനത്തിന്റെ വികസന വഴികൾ എന്നീ ചരിത്രസന്ധികളിൽ വ്യക്തമായ നിലപാടുകളിലൂടെയും അടയാളപ്പെടുത്തലുകളുടെയും പൊതുസമൂഹത്തിന് ഒപ്പം സത്യദീപം നടത്തിയിട്ടുണ്ട്. ഒരുപാട് എഴുത്തുകാർക്ക് മുഖ്യധാര സാഹിത്യ മേഖലകളിലേക്ക്, മാധ്യമ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാൻ ഈ വാരികയിൽ എഴുതിയ ലേഖനങ്ങളും കഥകളും നോവലുകളും ഇടയാക്കിയിട്ടുണ്ട്. രൂപത, റീത്ത്, മതവ്യത്യാസമില്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അതിസാധാരണക്കാരായ ഒരുപാട് വായനക്കാരുടെ വിചാരങ്ങളും വികാരങ്ങളും കത്തുകളുടെയും ലേഖനങ്ങളുടെയും രൂപത്തിൽ സഭയിലും സമൂഹത്തിലും ഈ വാരിക പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെയും യുവാക്കളുടെയും ക്രിയാത്മകതയ്ക്ക് ഇടം നൽകിയിട്ടുമുണ്ട്. ഭയപ്പെടാതെ സ്വയം വിമർശിച്ചിട്ടുണ്ട്. ഉയർന്ന ചിന്തയും സാമൂഹ്യ ബോധവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദിനപത്രങ്ങളും ടെലിവിഷനും ആഠോപരവുമില്ല എന്നൊരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനും വിശ്വാസ പരിശീലനത്തിനും ഇടവരുത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. ക്രൈസ്തവികതയുടെ ഏറ്റവും വലിയ സംഭാവന അതിന്റെ മഹത്വ ദർശനമാണ്. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഭാരതത്തിൽ മനുഷ്യ ദർശനത്തിന് കാര്യമായ മങ്ങലേൽക്കുകയും ഇന്ത്യയുടെ ഭരണഘടന പോലും വെല്ലുവിളി നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ക്രിയാത്മകമായി ഇടപെട്ട് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട്. വചനത്തെ ജീവിക്കുന്ന സംസ്കാരവുമായി ബന്ധപ്പെടുത്തുവാനും പൊതു മനസ്സാക്ഷി രൂപപ്പെടുത്തുവാനും വാരിക ഒരു നൂറ്റാണ്ടായി ചെയ്യുന്ന സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കാലത്തിന്റെ അടയാളങ്ങൾ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുവാനും ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ സംഭാഷണങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ ഇടപെടുവാനും സത്യദീപം അതിന്റെ ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. 141 കോടി ജനങ്ങളുള്ള കത്തോലിക്ക സഭ എന്ന വിശാല സംഭാഷണ സമൂഹത്തിലെ അംഗങ്ങളാണ് നാം. ആ സഭയുടെ വിശ്വാസവും നിലപാടുകളും കൃത്യമായി അറിയിക്കുവാനും ക്രൈസ്തവ വിശ്വാസ സാക്ഷികളുടെ ചരിത്രം പ്രചരിപ്പിക്കുവാനും സത്യദീപം ജാഗ്രതയോടുകൂടി ശ്രമിക്കുന്നതിൽ അഭിമാനമുണ്ട്. മാധ്യമ വിഭ്രമങ്ങൾ നടക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അക്ഷരങ്ങളുടെ ലോകത്തിൽ എന്നതിനേക്കാൾ നാം ദൃശ്യങ്ങളുടെ ലോകത്തിലാണ്. വായനക്കാരാവാതെ ചിത്രങ്ങൾ നിരന്തരം കാണുന്നവരായി നാം അപകടകരമായ വിധത്തിൽ നമ്മുടെ വായന ശോഷിച്ചിരിക്കുന്നു. അതും വിദ്യാഭ്യാസത്തിലും ചിന്തയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം എന്നത് എഴുതുവാനും വായിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള പരിശ്രമങ്ങളാണ്. ജീവിതവും ലോകവുമാണ് വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാഴ്ചയും ആസ്വാദനവും മാത്രമായി നമ്മുടെ വായന നിറമാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇത് പുതിയ മാധ്യമങ്ങളെ തള്ളിക്കളയലല്ല, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ സഭ എക്കാലത്തും ആ കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വായനശീലം നഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ചിന്തയുടെ ആഴം നഷ്ടപ്പെടുവാനിടയുണ്ട്. ദീർഘമായ സംഭാവനകൾക്കുള്ള ശേഷി, അതിനുള്ള ഭാഷ, സാംസ്കാരിക ആരോഗ്യം ഇവ കൈമോശം വരാതിരിക്കുവാൻ വായനയെ നമ്മൾ ചെറുത്ത് നിർത്തേണ്ടതുണ്ട്. സീറോ മലബാർ സഭയിൽ വചനവായനയ്ക്ക് അധികം പഴക്കമില്ല. കേരളത്തിൽ ഭാരതത്തിലും ക്രൈസ്തവർ ന്യൂനപക്ഷമായി ജീവിക്കുന്നു. മറ്റേതൊരു ന്യൂനപക്ഷത്തെയും സമൂഹത്തെയും കാണും വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും ജനസംഖ്യ അനുപാതത്തെക്കാൾ വലിയ സ്വാധീനവും സാന്നിധ്യവുമാണ് ക്രൈസ്തവർ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കല, സാഹിത്യം, പത്രപ്രവർത്തനം, രാഷ്ട്രീയ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ക്രൈസ്തവരുടെ സാന്നിധ്യവും സ്വാധീനവും ഉയർത്തേണ്ടതുണ്ട്. ഗ്രീക്ക് സംസ്കാരവുമായി ഇടചേർന്ന് യൂറോപ്പിലെ ക്രൈസ്തവർ നൽകിയതുപോലെ സർഗാത്മകമായ ഫലങ്ങൾ നൽകുവാൻ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എറണാകുളം അംഗമായ അതിരൂപതയുടെ അംഗങ്ങളോട് പ്രത്യേകമായി 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സത്യദീപം നമ്മുടെ പത്രമാണ്. നാം അത് വാങ്ങിക്കണം, വായിക്കണം, പ്രചരിപ്പിക്കണം. എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും അത് ഉണ്ടാകുവാൻ ഇടവരണം. അതിന് വികാരേശന്മാരെ യൂണിറ്റ് ഭാരവാഹികളും വിശ്വാസ പരിശീലകരും പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ ഒരു ദ്വാരികയും സത്യദീപത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമുകളിലും
സത്യവും ഓൺലൈൻ എന്ന പേരിൽ വാരികയുടെ സാന്നിധ്യമുണ്ട്. നാം അതിനെ ശക്തമായി പിന്തുടരണം. സഭാജീവിതത്തിന്റെ സാക്ഷികളും സംവാദങ്ങളും വായിച്ച് മനുഷ്യ മഹത്വത്തിന്റെ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു വേണം നമ്മുടെ മാധ്യമ സംസ്കാരം വളർത്തുവാൻ. അത് വരും തലമുറയെ പഠിപ്പിക്കണം. അതൊരു തുടർ വിശ്വാസ പരിശീലനം കൂടിയാണ്. വിദഗ്ധന്റെ ഉപമ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലത് വഴിയരികിലും ചിലത് പാറപ്പുറത്തും ചിലത് മുള്ളുകൾക്കിടയിലും വീഴും. എങ്കിലും മണ്ണിന്റെ പോരായ്മകൾ കൊണ്ട് വിദഗ്ധൻ വിതയ്ക്കുന്നത് നിർത്തുന്നില്ല. ഒരു നൂറ്റാണ്ടായി നമ്മുടെ ഈ വാരികയിൽ അതുപോലൊരു വിദഗ്ധനാണ്. വചനവും സത്യവും സവിശേഷ മൂല്യങ്ങളും എല്ലാത്തരം ഹൃദയങ്ങളിലും വിശ്വാസമുള്ളവരിലും ഇല്ലാത്തവരിലും വിശ്വാസത്തെ എതിർക്കുന്നവരിൽ പോലും അത് വിതച്ചുകൊണ്ടിരിക്കുന്നു. നല്ല മണ്ണിൽ വീണ് 30, 60, 100 വരെ ഫലം പുറപ്പെടുവിച്ചതുപോലെ അത് നമ്മുടെ ജനത്തിന്റെ വിശ്വാസത്തിൽ വലിയ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സത്യവിരുദ്ധ നടപ്പിലും പ്രചാരണത്തിലും ഈ ശതാബ്ദി വർഷത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആർച്ച് ജോസഫ് പാമ്പ്ലാനി, മെത്രാപ്പോലീത്ത വികാരി, എറണാകുളം അങ്കമാലി അതിരൂപത. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ മനസ്സിലാക്കണം പോലെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാവങ്ങളുടെയും കഴികളെട്ടെ. അങ്ങയുടെ ആദ്യമായ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയെ അനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കാത്തു വസിക്കുന്നു മൃദനഹാരം നിൻ മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു ബുദ്ധികളായിടുവാ. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും Yeah.
സമാധാനം നമ്മോടുകൂടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തിൽ സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലെ ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾ
കൊടുക്കും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കീഴയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ ദേശങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തരോട് സമീപിക്കാം. ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലച്ചുകൊണ്ടും സാധനത്തിന്റെ ക്ഷണിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായത്തോടെ കൃപയും പാമോചവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും
ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാതെയാകട്ടെ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശുശ്രൂഷയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരത്തോടാണ് പ്രവർത്തിക്കും ജീവനം കാണുക. സഹോദരരെ, സ്വർഗരാജ്യത്തിൽ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതികൾ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അറിയുമ്പോൾ കഴിഞ്ഞ കാഴ്ച 5400 രൂപ ഈ ആഴ്ചയിൽ പഴയ പരിസരത്തിന് ഗീതവുമായി ഉണ്ടായിരുന്നു. നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ 2000 ഉണ്ടായിരിക്കും. ഒന്നാം ഘട്ട യോഗം പരിപ്പള്ളി ദേവസ്വകുട്ടിയുടെ വസതിയിൽ വെച്ച് ഇന്ന് വൈകിട്ട് 6:30 യൂണിറ്റ് 2-ന്റെ യോഗം വടകര ലാസർ സേവിയറിന്റെ വസതിയിൽ വെച്ച് ശനിയാഴ്ച വൈകിട്ട് 6:30 സമ്മേളിക്കുന്നതാണ്. ചെറിയ പ്രസിഡന്റുമാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പേര് നൽകുക. 2500 രൂപയാണ് പ്രസിദ്ധി യോഗ്യത. തിരുനാൾ സമിതി പതിവനുസരിച്ച് പോലെ കഴിവിനനുസരിച്ച് സാധനങ്ങൾ സ്പോൺസർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4:30 പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. എനിക്ക് അറ്റീസ് ധൈര്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കടകളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായി സുതരവും പരിശുദ്ധവും ശിവനായകവും ദൈവികവുമായ കുർബാനവഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരമൊടു നമ്മിൽ വർഷിച്ചു. സ്വർഗ്ഗലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചു. ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവന് ഞാൻ നിശ്ചയമാണ്. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമായ ദാനങ്ങൾ
വിധിയേഴും നരകസ്യങ്ങൾ കൈക്കൊണ്ടവനാം അഖിലനെയും ദൈവം വരമിക ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.